ഞാനിപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവിയായി തുടരുക തന്നെയാണ്. ഞാൻ നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 10-ലേറെ കൊല്ലമായി. ഞാനൊരു 3 അപ്പീൽ സംസ്ഥാന സെക്രട്ടറിക്കും കൊടുത്തു, ഒരു അപ്പീൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തു. ഇതുവരെയായിട്ടൊരു മറുപടി പോലും തന്നിട്ടില്ല. എന്നിട്ട് ഞാൻ പാർട്ടി അനുഭാവിയായി, ഇടതുപക്ഷ അനുഭാവിയായിട്ട് ഞാൻ തുടരുകയാണ്. ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ കൊടുത്ത വാർത്തയെ സംബന്ധിച്ചൊരു തീരുമാനം എൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായി ഞാൻ എടുത്തിട്ടില്ല. ആരാണ് ബന്ധപ്പെട്ടത്? KPC നേതാക്കളാണോ? ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറല്ല. മലമ്പുഴയിൽ താങ്കളെ പോലെ ഒരാൾ VS-ന്റെ സന്തോഷ സഹചാരിയിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ ഒരു വിജയ സാധ്യത ഉണ്ടെന്ന് KPCC കണക്കൂട്ടുന്നു. അല്ല, അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിരുന്നു, വാസ്തവമാണ്, നിഷേധിക്കുന്നില്ല. പക്ഷെ ഞാൻ അത്തരം ഒരു കാര്യം തീരുമാനം എടുത്തിട്ടില്ല. തീർച്ചയായും ഇല്ല, പരിഗണിച്ചിട്ടില്ല. അല്ല, പ്രതിഷേധം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഞാനിപ്പോൾ 10-12 കൊല്ലം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അതിൽ പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്നും ഇടതുപക്ഷ മൂല്യങ്ങൾ ചോരാൻ പാടില്ല എന്നും വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവിടെ പാർട്ടി ഉണ്ടാവണം. പണ്ട് വിജയൻ മാഷ് പറഞ്ഞ പോലെ ഇങ്ങനെ പോയാൽ ഇടതുപക്ഷ മൂല്യങ്ങൾ തകർന്നാൽ പാർട്ടി ഉണ്ടാവില്ല, ജനങ്ങൾ കൂടി ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവും. പാർട്ടി ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ. അല്ല, അങ്ങനെ ആശങ്കയുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് ജനങ്ങളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിലാണ് ഞാൻ. സച്ചിദാനന്ദ മാഷെ പോലുള്ള പല ആളുകളും അത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്നെപ്പോലുള്ള അനുഭാവികളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇവിടെ പാർട്ടി ഉണ്ടാവണം, ഇടതുപക്ഷ മൂല്യങ്ങൾ തകരാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. VS-ന്റെ ഒരു ലെഗസി പേർന്നൊരു മണ്ണാണ് മലമ്പുഴ. അവിടേക്ക് VS-നൊപ്പം കാലങ്ങളായി കൂടെ ഉണ്ടായിരുന്ന സുരേഷിനെ അവർ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എത്രത്തോളം ഉണ്ട് എന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. പക്ഷെ ഞാൻ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പോഴും മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ UDF മനസ്സുകൊണ്ട്, ഇപ്പോഴും ഇടതുപക്ഷം വിടാൻ മനസ്സുകൊണ്ട് ഇപ്പോഴും തീരുമാനം? ഇടതുപക്ഷം ഞാൻ ഒരിക്കലും വിടില്ല. ഞാനൊരു പാർട്ടിയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷ മൂല്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനൊരു പാർട്ടിയിലും ചേരാൻ ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, അവർ സംസാരിച്ച കൂട്ടത്തിൽ ഇതും സംസാരിച്ചിരുന്നു. ഞാൻ അതിലൊരു തീരുമാനം എടുത്തിട്ടില്ല. പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. ഞാനൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ അവരെ അറിയിച്ചിട്ടില്ല. സുരേഷ് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. KPCC തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.